हेलो नमस्ते दोस्तों, आप कैसे हैं? सब ठीक है ना? मैं अच्छा है. ഓക്കെ, നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു കഥയിലോട്ട് പോകാം. ഇന്ന് കഥയല്ല, ഒരു സംഗതി പറയാണ് കേട്ടോ. അതിന് മുൻപൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഭാഷ ഒന്ന് മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ ഹിന്ദി കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷ ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുള്ളൂ. നിങ്ങൾ അങ്ങനെപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കൃത്യ ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻസ് ഇല്ലേ, ആ ബെല്ല് അതിമൊരു ടിങ് അടിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഹിന്ദി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് സംസാരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു കഥയല്ല, ഒരു സംഗതിയാണ്, വളരെ കോമഡിയാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ എൻ്റെ റോൾസ് റോയ്സ് കാറിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, ചെറിയ കളികളൊന്നും നമുക്കില്ല. ഞാൻ എൻ്റെ റോൾസ് റോയ്സിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത്, അതെങ്ങനെ ഹിന്ദി പറയാം? ജബ് മേ അപ്നി റോൾസ് റോയ്സ് കാർ മേ ഗും രഹാ താ. ഈ കറങ്ങുക എന്നുള്ളത് നമ്മളൊരു സ്ഥലം പോയി അവിടെ അങ്ങനെ ചുറ്റി കറങ്ങൂലേ, അതിന് ഹിന്ദിയിൽ പറയുന്ന വേർഡാണ് ഘൂം. അപ്പോൾ കറങ്ങുന്ന സമയത്ത് എന്നുള്ളതിന് ഗൂം രഹാത്ത, കറങ്ങിയപ്പോൾ എന്നുള്ളതിന് ജബ് ഗൂം രഹാത്ത. ഓക്കെ, ഞാൻ എൻ്റെ റോൾസ് റോയ്സ് കാറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ജബ് മേ അപ്നി റോൾസ് റോയ്സ് കാർ മേ ഗൂം രഹാത്ത. ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ഞാൻ അയാൾക്ക് 1,00,000 രൂപ കൊടുത്തു. പാവം ജീവിച്ചു പോട്ടെ എന്ന് കരുതി 1,00,000 അങ്ങോട്ട് കൊടുത്തു, പോട്ടെന്ന്. അപ്പോൾ മേ ഏക്ക് ഭിക്കാരി സേ മില, ഞാനൊരു ഭിക്ഷക്കാരനെ കണ്ടു. ഓർ ഉസേ 1,00,000 റുപ്യ ദിയേ, ഞാൻ 1,00,000 രൂപ കൊടുത്തു. പാവം പോട്ടെ. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഒരു വിശന്നിരിക്കുന്ന ആളെ കണ്ടു. എങ്ങനെയായിരിക്കും? എനിക്കാണെങ്കിൽ വിശന്നിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരില്ല. ഞാനെന്താ ചെയ്തതെന്നറിയാം? ആദ്യം നമുക്കിത് ഹിന്ദിയിലോട്ട് മാറ്റാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫിർ ജബ് മേനെ അപ്നി യാത്ര ജാരി രേഖി തോ മേനെ ഏക്ക് ഭൂക്ക് ആദ്മി ദേഖ എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്ന ആളെ കണ്ടു. ഓക്കെ, ഫിർ വീണ്ടും, ജബ് മേനെ അപ്നി യാത്ര ജാരി രഖി, ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നപ്പോൾ, തോ ആ സമയത്ത്, മേനെ ഏക് ഭൂക്ക് ആദ്മി ദേഖ, വിശന്നിരിക്കുന്ന ആളെ കണ്ടു. ഇനി എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അയാൾക്ക് ഞാൻ അപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ വാങ്ങിയിട്ട് നൽകി. ഇനി അയാളെ കുടുംബത്തിൽ ഒരാൾ പോലും പട്ടിണി എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു കിട്ടുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ, വലിയതാണ് അല്ലേ? അപ്പോൾ ഒരു ഹോട്ടൽ വാങ്ങിയാണ് കൊടുത്തു. അതെങ്ങനെ ഹിന്ദിക്ക് പറ്റുക? മേനെ ഉസ്കെ ലിയെ ഖാന കെ ലിയെ ഏക്ക് ഹോട്ടൽ ഹി ഖരീദ് ലിയ. ഞാൻ പറഞ്ഞുതരാം. മേനെ ഉസ്കെ ലിയെ, ഞാൻ അയാൾക്ക് വേണ്ടി, ഖാന കെ ലിയെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, ഏക്ക് ഹോട്ടൽ ഹി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ തന്നെ, ഖരീദ് ലിയ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തു, ഖരീദ് ലിയ. മനസ്സിലായോ? മേനെ ഉസ്കെ ലിയെ ഖാന കെ ലിയെ ഏക്ക് ഹോട്ടൽ ഹി ഖരീദ് ലിയ, ഞാൻ അയാൾക്ക് വേണ്ടി ഒരു ഹോട്ടൽ അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ഹോട്ടൽ തന്നെ വാങ്ങിയാണ് കൊടുത്തു. നമുക്ക് പിന്നെ ദാനധർമ്മം കുറച്ച് കൂടുതലാണ്. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ വീടില്ലാത്ത ആളുകളെ കണ്ടു. അവർക്കെല്ലാവർക്കും അപ്പോൾ തന്നെ വീട് പണിതാണ്ട് കൊടുത്തു. പിന്നെ വീടൊക്കെ പണിത് കൊടുക്കാൻ നാളേക്ക് മറ്റന്നാൾക്കൊക്കെ ഒന്നും വെക്കാൻ പറ്റും നമുക്ക്, അത് അപ്പം തന്നെ ആ പണികൾ ചെയ്തു കൊടുത്തു. അത് നമുക്ക് ഹിന്ദിക്ക് മാറ്റാം. ഓക്കെ, തോടി ആഖോ കെ ജാനെ പർ മുജെ കുച്ച് ബേക്കർ എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത ആളുകൾക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ബേക്കർ ലോഗോ എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത ആളുകൾ. ബേക്കർ ലോഗോ ദേഖ, വീടില്ലാത്ത ആളുകളെ കണ്ടു. ഉൻ സബീക്കോ ലിയെ, അവർക്കെല്ലാവർക്കും വേണ്ടി, തുരന്ത് എക്സ്പ്രസ് അല്ല, ദുരന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ സ്പോട്ടിൽ അപ്പോൾ തന്നെ എന്ന് ആ ഒരു പ്രയോഗം കിട്ടാനാണ് തുരന്ത് എന്ന് പറയുന്നത്. തുരന്ത് ഏക് ഘർ ബനാ ഗയാ, വീട് പണിത് കൊടുത്തു. പിന്നെ കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. അതെങ്ങനെ പറയാം? കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. തോടി ദൂർ ഓർ ജാനെ പർ, കുറച്ച് ദൂരം കൂടി പോയപ്പോൾ, മേനെ അപ്നി മാക്കെ ദേഖ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. അവർ വെള്ളമൊഴിച്ച് എൻ്റെ ഉറക്കം കെടുത്തി. എങ്ങനെ പറയാം? ഉൻഹോനെ പാനി ചോഡ്കർ മേരി നീന്ദ് ഖരാബ് കർ ദി. മേരെ നീന്ദ്, എൻ്റെ ഉറക്കം, ഖരാബ് കർദി, എൻ്റെ ഉറക്കം പാഴാക്കി എന്നാണ്, എൻ്റെ ഉറക്കം കെടുത്തി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എൻ്റെ റോൾസ് റോയ്സിൻ്റെ അതിമനോഹരമായിട്ടുള്ള സ്വപ്നം
എൻ്റെ അമ്മ വെള്ളം ഒഴിച്ച് കണ്ടാണ് കെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു സംഗതി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ക്ലാസ്സിൽ സാധാരണ ഒരു പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളല്ല, ഇതുപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ഇഷ്ടപ്പെടാനും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അगले वीडियो में फिर मिलेगा. धन्यवाद.